ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് പായസമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, സ്വീറ്റായിട്ട് തന്നെ. അപ്പോൾ അന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആദ്യമായി ഞാനൊരു ഗ്ലാസ് അളവിലാണ് എടുത്തിരിക്കുന്നത്. ചെറുപയർ പരിപ്പാണ് എടുക്കുന്നത്. ഇത് ഈ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് അതിന് മേലെ എടുക്കുന്നുണ്ട്. അതൊന്നും നല്ല ബ്രൗൺ ആകേണ്ട രീതിയിലല്ല, അതിലൊരു എന്താ പറയുക, ഒരു തണുപ്പും ഒന്ന് മാറി കിട്ടുന്ന വിധത്തിലൊന്ന് വറുത്തെടുക്കുക. അതായത് പരിപ്പൊന്നും ഒരിത്തിരി തണുപ്പ് കലർന്നൊരു രീതിയിൽ ഉണ്ടാവുമല്ലോ നമ്മൾ വാങ്ങിക്കുമ്പോൾ, അതൊന്ന് മാറുന്ന വിധത്തിലൊന്ന് വറുത്തെടുക്കുക. എന്നിട്ടൊരു കുക്കറിലിട്ട് ഞാൻ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2-ാം പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 3-4 വിസിൽ വരുത്തിയാൽ മതിയാകും. അതിനുശേഷം ആ വേകുന്നതിനിടയിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഏലക്കായും ജീരകം, ചുക്കുണ്ടെങ്കിൽ അതും ഒരു ചെറിയ കഷ്ണം അതിട്ട് ഒന്ന് നന്നായി വറുത്തെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോഴേക്കും അതിലെ ചെറുപയറൊന്നും ആയിട്ടുണ്ടാകും. അതിനുശേഷം ഞാൻ വെല്ലത്തിന് പാവ് കാച്ചി വെച്ചിട്ടുണ്ട്, അതായത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഭാഷയാണ് പാവ് കാച്ചുക എന്നുള്ളത്. അതിനെ മെൽറ്റ് ചെയ്ത് വെച്ചതിനെ ഇതിലൊഴിച്ചിട്ട് പൊടിച്ചു വെച്ച ഏലക്കയും ജീരകവും ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നന്നായി പിടിക്കുകയും വെല്ലത്തിന് ഇതിൽ നന്നായി പിടിക്കത്ത വിധത്തിൽ ഒരു വിസിൽ ഞാൻ അടച്ചിട്ട് ഒരു വിസിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നന്നായി അതൊന്ന് നല്ല വെന്ത്, എന്നാൽ അധികം ഉടഞ്ഞിട്ടുമില്ല, എന്നാൽ ഉടഞ്ഞ പോലെ ആയ രീതിയിൽ നമുക്ക് കിട്ടും. അതിലോട്ട് 1-ാം പാല് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാകത്തിന് വെള്ളവും എന്നാൽ ഒരു അത്യാവശ്യത്തിനുള്ളൊരു കട്ടിയായിട്ട് കിട്ടും. ഇനി ഇതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്ത് കൊട്ടിയാൽ മതിയാവും. നല്ല ടേസ്റ്റുള്ള, എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാൽ പോലും ഞാനൊന്ന് കാണിച്ചു തന്നെന്ന് മാത്രം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ഡിഷുമായിട്ട് വരാം. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫ്രണ്ട്സ്.